ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനോടിപ്പോൾ ഹൈക്കമാൻഡ് പറഞ്ഞിരിക്കുന്നത് തൽക്കാലത്തേക്കെന്നല്ല, ഈ പൊതുജീവിതത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഇതിനെ നേരിടണം എന്ന രീതിയിലാണ്. കാരണം പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഇത്തരത്തിൽ ഇയാളുണ്ടാക്കിയ ആരോപണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ സംഘടനാ പ്രസ്ഥാനം തയ്യാറല്ല എന്നുള്ളതാണ്. പലപ്പോഴും ഈ മുകേഷിൻ്റെയും കടകംപള്ളിയുടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ഡിഫെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇതിൽ ഒരു ഗുരുതരമായ പ്രശ്നമുള്ളത് ഈ പറഞ്ഞതുപോലെ ഒരു പെൺകുട്ടിയോട് ഇത്തരത്തിൽ മോശമായ രീതിയിൽ സംസാരിക്കുന്ന അടക്കമുള്ള ശബ്ദരേഖകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അത് സ്വമേധയൊക്കെ കേസെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അതിജീവിത കേസ് കൊടുക്കുന്നത് വരെ മാത്രമേ അല്ലെങ്കിൽ നിലനിൽപ്പുള്ളൂ. കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും ഇയാൾ അറസ്റ്റിലാകാനുള്ള സാധ്യതയൊക്കെയാണ് കാണുന്നത്. അതിനകത്ത് വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു കേസ് ഉണ്ട് ആൾക്കെതിരെ. അതായത് ഒരു അഡ്വക്കേറ്റ് കണ്ടാണ് ഈ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ, എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തത്. അതായത് ഈ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്നുള്ളത്, അതിൻ്റെ നിയമവശം എന്താണ് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ആ കേസിൽ അത് നിർബന്ധമായിട്ടും പോലീസ് ആ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ ആ കേസിൽ എങ്ങനെയാണ് രാഹുൽ പെടുക എന്നുള്ളതനുസരിച്ചാണ് ബാക്കി കേസുകളുടെ സാധ്യതകൾ. ഇപ്പം സ്വമേധയാ കേസ്, വനിതാ കമ്മീഷൻ സ്വമേധയാ കേസ് എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ പക്ഷേ ഈ പെൺകുട്ടി ഇതുവരെ പരാതി നൽകിയിട്ടില്ല. പെൺകുട്ടി എന്നുള്ള ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞു, അവരാരും ഇതുവരെ പരാതി നൽകിയിട്ടില്ല. ആകെ പരാതി പറഞ്ഞു എന്ന് പറയുന്നത് ഷാഫി പറമ്പിൻ്റെ അടുത്ത് പരാതി പറഞ്ഞു എന്നുള്ള കാര്യം മാത്രമാണ്. മറ്റ് പാർട്ടിക്ക് ഒന്നും രേഖാമൂലം പരാതി കൊടുത്തിട്ടില്ല. അപ്പം ഈ കഴിഞ്ഞ ദിവസം AICCയുടെ ആരോ വക്താവ് അവർ തന്നെ പറഞ്ഞത് പാർട്ടിക്ക് ഇതുവരെ ആരും പരാതി തന്നിട്ടില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ പോലീസിലും പരാതി കൊടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് എന്തിനാണ് നമ്മൾ ഇവരോട് രാഹുലിനോട് രാജിവെക്കാൻ പറയുന്നത് എന്നുള്ളതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന നിലപാട്. പക്ഷേ ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ തോതിൽ ഈ രാഹുലിനെതിരെ പ്രതിഷേധം വരുന്നുണ്ട്. രാഹുൽ രാജിവെച്ചേ മതിയാവൂ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, VD സതീശൻ തന്നെ ഈ പറഞ്ഞതുപോലെ രാഹുലിൻ്റെ രാജിക്ക് വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. കാരണം VD സതീശൻ അടുത്ത മുഖ്യമന്ത്രിയാവണം. VD സതീശൻ അടുത്ത മുഖ്യമന്ത്രിയാവണമെങ്കിൽ VD സതീശന് തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും VD സതീശന് മാറ്റിയേ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത മുഖ്യമന്ത്രി കുപ്പായം തുന്നി നടക്കുന്ന VD സതീശന് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി രാഹുലിൻ്റെ പേരിൽ വന്നിട്ടുള്ള ഈ ആരോപണങ്ങളായിരിക്കും. അപ്പോൾ ഈ ആരോപണങ്ങൾ ഒഴിവാക്കണമെങ്കിൽ രാഹുലിനെ തന്നെ ഒഴിവാക്കണം എന്നുള്ളത് VD സതീശന് അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ പാലക്കാട് MLA ആയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ രാജിവെപ്പിച്ചു എന്ന് വിചാരിക്കാം. അതുകൊണ്ട് കോൺഗ്രസിന് ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിന് രാജിവെച്ചതിനെ കൊണ്ട് ഇനിയിപ്പോൾ അവിടെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നില്ല. 6 മാസം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്ത്. അപ്പം സ്വാഭാവികമായിട്ടും അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നില്ല. ഇനി അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരാത്തിടത്തോളം കാലം അവിടെ ഇനി അവരുടെ സിറ്റിംഗ് സീറ്റ് LDF പിടിച്ചെടുത്തു എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു നാണക്കേട് ഉണ്ടാകുന്ന കാര്യത്തിലേക്ക് അത് പോകുമല്ലോ. അപ്പോഴത്തേക്ക് ഇത് 6 മാസം കഴിയും അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇത് കെട്ടടങ്ങുകയും ചെയ്യും. അവിടെ നല്ലൊരു സ്ഥാനാർത്ഥി നിർത്തി ജയിപ്പിക്കാം എന്നുള്ളൊരു ലക്ഷ്യമൊക്കെയാണ് കോൺഗ്രസ് മുന്നിൽ വെക്കുന്നത്. ഇപ്പം ഇനി വരാൻ പോകുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഇൻ കേസ് രാഹുലിനെ രാജിവെപ്പിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന് അത് മൈലേജ് കൂടി. കോൺഗ്രസിന് പറയാം, ഞങ്ങളുടെ കൂട്ടത്തിൽ ആരോപണം വന്നയാളെ ഞങ്ങൾ മാറ്റി നിർത്തി. ആദ്യം അത് മാത്രമല്ല, സഭയിൽ ആഞ്ഞടിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. സഭയിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കയറി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഭരണപക്ഷം ആഞ്ഞടിക്കുകയും അത് വലിയ കോൺഗ്രസിന് അവമതിപ്പുണ്ടാക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് മാറ്റി നിർത്തിയാൽ വളരെ നെഞ്ചു വിരിച്ച് തന്നെ സഭയിൽ സതീശനും കൂട്ടർക്കും കയറി വരാൻ കഴിയും. പക്ഷേ അവിടെ ഇനി ഇതൊക്കെ ശരിയാണ്. അവരുടെ ഈ പറഞ്ഞതുപോലെ ഇനിയിപ്പം അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഈ മാങ്കൂട്ടത്തിനെ രാജിവെപ്പിച്ചു കഴിഞ്ഞാൽ അവർക്കത് പറഞ്ഞ് വോട്ട് പിടിക്കാം. അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അപ്പോഴും പറയാം ഞങ്ങളുടെ ആരോപണം. പക്ഷേ അവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് എന്താണ് ഒരു കച്ചിത്തുരുമ്പ് കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻസെന്റിന് ഓർമ്മയില്ലേ, നമ്മൾ കോവളം MLA എന്നല്ലേ വിൻസെന്റ്. അപ്പം അദ്ദേഹത്തിന്റെ പേരിൽ ലൈംഗിക ആരോപണം വരികയും സ്ത്രീ പരാതി നൽകുകയും ആ പരാതിയിൽ അദ്ദേഹം ജയിലിൽ കിടക്കുകയൊക്കെ ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് അദ്ദേഹം രാജിവെച്ചില്ല. അപ്പോൾ രാജിവെക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ അതാണ് രാഹുൽ ഒരു പെൺകുട്ടി പരാതി പറഞ്ഞപ്പോൾ ഹൂ കെയർസ്, എനിക്ക് മുന്നേ ഉണ്ടായിരുന്ന ആളുകൾക്ക് എന്ത് സംഭവിച്ചു എന്ന ആ ധൈര്യമുണ്ടല്ലോ രാഹുലിന്. അവർക്കൊന്നും ഈ രാഷ്ട്രീയത്തിലൊന്നും സംഭവിച്ചില്ലല്ലോ, അവരെപ്പോഴും രാഷ്ട്രീയത്തിൽ തുടരുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചോദ്യം വന്ന് സ്വാഭാവികമായിട്ട് രാഹുലിനോട് മാറി നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ രാഹുൽ തിരിച്ച് ഈ ചോദ്യം ചോദിക്കും, എനിക്ക് മുന്നേ ഉണ്ടായിരുന്ന അവർ മാറിയോ? എൽദോസ് കുന്നപ്പള്ളി മാറിയോ? എൽദോസ് കുന്നപ്പള്ളിയുടെ പേരിൽ വലിയ ആരോപണം വന്ന് എൽദോസ് കുന്നപ്പള്ളി മുങ്ങി നടന്നു. എൽദോസ് കുന്നപ്പള്ളി ഇവിടെ സ്ഥലത്ത് പോലും ഉണ്ടായിരുന്നില്ല, തെലങ്കാനയിലായിരുന്നാണ് പറഞ്ഞത്. അപ്പോൾ എൽദോസ് കുന്നപ്പള്ളി മാറിയെന്ന് ഒരു സ്ത്രീ പോലീസിൽ പരാതി കൊടുത്തു, പോലീസ് കേസെടുത്തു, ഇപ്പോഴും അന്വേഷണം നടക്കുക, അത് ആ കേസ് തുടരുകയാണ്. എൽദോസ് കുന്നപ്പള്ളി മാറിയില്ലല്ലോ, എൽദോസ് കുന്നപ്പള്ളി രാജിവെക്കണം എന്ന് കോൺഗ്രസിൽ ആരും ആവശ്യപ്പെട്ടില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം രാജിവെക്കണം? അതുപോലെ തന്നെ LDF എടുത്താൽ മുകേഷ്
മുകേഷ് രാജിവെച്ചിട്ടില്ല, മുകേഷ് രാജിവെച്ചിട്ടില്ല, രാജിവെക്കണമെന്ന് CPM തീരുമാനം തന്നെ എടുത്തിരുന്നു. എടുത്തിരുന്നു. മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്നുള്ളത്. അതെ. അപ്പം അങ്ങനെ ഉള്ള കേസ് വരുന്ന ഘട്ടത്തിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനോട് രാജിവെക്കണം എന്ന് VD സതീശൻ പറയുമ്പോൾ മാങ്കൂട്ടത്തിൽ തിരിച്ച് ഈ 4 ചോദ്യം ചോദിച്ചാൽ സതീശന് ഉത്തരവുണ്ടാവും? ഇല്ല. അപ്പം പക്ഷേ ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയൊന്നും അവർക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. അവർക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും എങ്ങനെയെങ്കിലും മേൽക്കോയ് പിടിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടണം, കുറേ സീറ്റുകൾ വാങ്ങിച്ചിട്ട് അധികാരത്തിലെത്തണം. അതാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ചെന്നിത്തലയാണെങ്കിലും ഈ VD സതീശനാണെങ്കിലും അപ്പോൾ കോൺഗ്രസിനകത്തെ മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടിട്ടുള്ള എല്ലാവരുടെയും ഇപ്പോഴത്തെ ആഗ്രഹം. ഇവൻ കുറച്ച് കഴിയുമ്പോൾ ഷാഫി പറമ്പിൽ വരെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തള്ളിപ്പറയും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി, ഷാഫിക്കും ഒക്കെ മനസ്സിലായിട്ടുണ്ടാകും. പിന്നെ അത് അദ്ദേഹം അങ്ങനെ ഒരു കൂട്ടുകാരൻ എന്ന നിലയിൽ കൊണ്ട് നടക്കുന്നതായിരിക്കും. ഷാഫി സ്വാഭാവികമായിട്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്ന് ഇവിടത്തേക്ക് തിരിച്ചു വരും, പാലക്കാടേക്ക് തിരിച്ചു വരും. പാലക്കാടേക്ക് തിരിച്ചു വന്ന് മത്സരിക്കും. പിന്നെ ആ സീറ്റ് ഷാഫിയുടെ സീറ്റാണല്ലോ. പിന്നെ രാഹുലിന് വേറെ സീറ്റൊന്നും കൊടുക്കാനില്ല, രാഹുലും ഇല്ല. അപ്പൊ പിന്നെ രാഹുൽ ഇല്ലെങ്കിൽ പിന്നെ ലോക്സഭയിലേക്ക് വീണ്ടും വടകരയിലേക്ക് മത്സരം വടകരയിലേക്ക് വീണ്ടും മത്സരം വരും. അപ്പോൾ അവിടെ പുതിയ ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റിനെ അവർ കൊണ്ടു നിർത്തും. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സമ്മതമില്ലാതെ തന്നെ നിർബന്ധിച്ച് രാജിവെപ്പിക്കാനുള്ള സാധ്യതകളൊക്കെ കാണുന്നത് അടുത്ത നിയമസഭാ സമ്മേളനത്തിന് മുമ്പേ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ട് രാജിവെപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ തന്നെ കൃത്യമായിട്ട് ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തിന് നിർദ്ദേശം കൊടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉചിതമായ രീതിയിൽ KPCC ചെയ്യുക എന്നുള്ളത് പറഞ്ഞു. വേറൊരു കാര്യമുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞാൽ മാത്രമേ ഇവർ ഉചിതമായ തീരുമാനം എടുത്ത് നടപടി എടുത്താൽ മാത്രമേ വേണുഗോപാലിനടുത്ത് മുഖ്യമന്ത്രിയാവാൻ തയ്യാറാവാൻ പറ്റുള്ളൂ. ഇവരെല്ലാം എയിം അതാണല്ലോ, എല്ലാവർക്കും മുഖ്യമന്ത്രി. ചെന്നിത്തലയും പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി നിൽക്കണം അല്ലെങ്കിൽ രാജിവെക്കണം എന്ന രീതിയിൽ ചെന്നിത്തല പറയുന്നു, മുരളീധരൻ പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഈ വിക്കറ്റുകൾ പൊഴിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. അവനവിടെ പോയി ബൽറാം. അതെ, VT ബൽറാമിനെ ഒന്നും കാണാനില്ല. VT ബൽറാം ആണല്ലോ സാധാരണ ഒരു വിക്കറ്റ് വീണു, 2 വിക്കറ്റ് വീണു എന്നൊക്കെ പറഞ്ഞ ആദ്യം പോസ്റ്റർ നാളെ. ഈ വിഷയത്തിൽ VT ബൽറാമിൻ്റെ ഒരു പ്രതികരണം വന്നിട്ടില്ല. അതായത് ഈ കോൺഗ്രസിനകത്തെ ഈ ചെന്നിത്തലയും പറഞ്ഞ പോലെ സതീശൻ കുറച്ച് നേതാക്കളല്ലാതെ വേറെ ആരും ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയിട്ടില്ല ഇതുവരെ. VT ബൽറാം ഇല്ല, അവരുടെ വേറെ പ്രധാനപ്പെട്ട വിഷ്ണുനാഥ് ഇല്ല, അങ്ങനെ ആരും അതിനെക്കുറിച്ച് പറയുന്നില്ല. പിന്നെ അവർ വിചാരിച്ചാണ് എന്താണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനില്ല, ആകെ നാറി, ഇനിയിപ്പോൾ എന്ത് പറയാനാന്ന് വിചാരിച്ചാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചെറുപ്പമാണ് രാഹുൽ മാങ്കൂട്ടം, അവനൊരു വലിയ ഭാവി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിൽ വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഉദിച്ചു ചേർന്നൊരു താരം എന്ന് പറയേണ്ടി വരും. കാരണം ചാനൽ ചർച്ചയിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രദ്ധേയമാകുന്നത്. അതിനുശേഷം പിന്നീട് വന്ന ഈ തരത്തിൽ മത്സരിക്കാൻ അവസരം ഷാഫി നൽകുന്നു. അവിടെ വൻ ഭൂരിപക്ഷത്തിലൊക്കെ വിജയിക്കാനും ഒക്കെ കഴിയുന്നു. അത് പെട്ടെന്നുണ്ടായ പിന്നെ ഈ പറഞ്ഞതുപോലെ സംസാരിക്കാനുള്ള കഴിവും ഒരു യുവ MLA എന്ന പേരും അവിവാഹിതനാണ്. അപ്പോൾ അതിൻ്റേതായ കുറേ ഫാൻസും ഒക്കെ ആയിട്ട് പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിയുമ്പോൾ ഉള്ള ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ ഡാൻസൊക്കെ ചെയ്തുകൊണ്ടുള്ള ആഹ്ലാദ പ്രകടനങ്ങളും അങ്ങനെ അതൊക്കെ നമ്മളൊരു കോൺഗ്രസിനൊരു വ്യത്യസ്തമായ രീതിയിൽ കൊണ്ടുവരാൻ, ഒരു യുവ നിരയെ വളർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം CPM-നും BJP-ക്കും ഇല്ലാത്തത് ഇതാണ്. അപ്പോൾ അത്തരത്തിലൊരു നല്ല യുവനിരയെ സൃഷ്ടിച്ചെടുക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞുവെന്ന ചാരിതാർത്ഥ്യത്തോടെ ഇരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു വലിയ അബദ്ധത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെന്ന് പെടുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത.